ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പക്കവടയാണ് കേട്ടോ. അതായത് തമിഴ്നാട് സ്റ്റൈലിൽ തയ്യാറാക്കുന്ന ഒരു പക്കവടയാണ്. അവിടുത്തെ സ്പെഷ്യൽ മാവ് തന്നെ കേട്ടോ ഞാനിതിലേക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ നാട്ടിലത്തെ ഉള്ളിവട ഉണ്ടാക്കാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, പിന്നെ വലിയ ഉള്ളി, ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാവാണ് കേട്ടോ ഞാൻ അതിലേക്ക് യൂസ് ആക്കുന്നത്. ബജി ബോണ്ട പൗഡർ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞങ്ങൾ തമിഴ്നാട് പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൊരു പൗഡറായിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഈ ഒരു മാവ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ പൗഡറുകളൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അതായത് മൈദപ്പൊടി, അരിപ്പൊടി അങ്ങനത്തെ ഇതൊന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്യണ്ട. പിന്നെ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പൗഡർ മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണോ എന്നുള്ളത് അറിയില്ല. ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര വിഷമോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പോൾ കേട്ടോ. നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുകയാണ്. നമ്മൾ പക്കവടയൊക്കെ ഉണ്ടാക്കാൻ തയ്യാറാക്കുന്ന പോലെ തന്നെ ഒരുപാട് ടൈറ്റും വേണ്ട, എന്നാൽ ഒരുപാട് ലൂസും വേണ്ട. ആ ഒരു രീതിക്കാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഇതിങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കോരി എടുക്കുന്നത്. നമ്മൾ നോർമലി ഉള്ളിവട തയ്യാറാക്കുകയാണെങ്കിൽ പരത്തിയിട്ടല്ലേ ചെയ്യുക. ഇതിങ്ങനെ ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ടോ, ഞാനിപ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നോർമലി തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുന്ന പോലെ തന്നെ അത് രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ. ഈ ഒരു പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പക്കവട കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കാൻ. ഇത് വെച്ചിട്ട് നമ്മൾ കായ് ബജി, പിന്നെ പൊട്ടോറ്റോ ബജി എല്ലാം തയ്യാറാക്കുന്നുണ്ട്. അവർ എല്ലാത്തിനും ഈ ഒരു മസാല ഉണ്ട് യൂസ് ആക്കുന്നത്. അപ്പോൾ നമ്മുടെ പക്കവട ഇതിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ പൗഡറൊക്കെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.